ഞാൻ ഗുണ്ടക്കണ്ണൻ. നീ ഉണ്ടക്കണ്ണാണ്, ഞാൻ കഷണ്ടി തരേൻ. മനസ്സിലായില്ല? എടാ നീ നിന്റെ എട്ടപ്പേര് പറഞ്ഞു, ഞാൻ എന്റെ എട്ടപ്പേര് പറഞ്ഞു. നീ ആരാ? ഞാൻ ഗുണ്ടൻ കണ്ട. കണ്ടയോ? ഗുണ്ടയായ കണ്ണനാണ്. എടാ നിനക്കിപ്പോ എന്തോ വേണ്ടത്? എന്റെ ഒറ്റയടിക്ക് 100 രൂപയാ. വേണ്ടേ? നീ വന്നേ. തൽക്കാലം 50 രൂപ ഉണ്ട്, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാ പിടിച്ചോ. എനിക്ക് മരിയൻ ജോർജിനെ ഒന്ന് കാണണം. അങ്ങനാണെന്നുണ്ടെങ്കിൽ കാര്യം 50 രൂപയ്ക്ക് തന്നെ. ഞാനാണ് മരിയൻ ജോർജ്. എന്നെ കാണുവാണെന്നുണ്ടെങ്കിൽ 50 രൂപ തരണം ഫീസാ. ഒന്ന് കാണുന്നതിന് 50 രൂപ. 50 രൂപ. ചുമ്മാ അല്ല നാട്ടുകാർ പറയുന്നത്. എന്തുവാ? ഇയാള് കയറി മരിയൻ ജോർജാണ്. എടാ ഞാൻ എന്തുവരും ജോർജ് ആയിക്കോട്ടെ. നീ എന്താ ഇവിടെ വന്നെന്ന് പറ. എന്നാ കിടിക്കുന്നേ? ഇങ്ങോട്ട് നോക്കിയേ. ഒരു മുട്ടേഷൻ ഉണ്ട്. മുട്ടേഷനോ? മുട്ട് വന്നു. കൊട്ടേഷൻ ഉണ്ട്. എന്തോ കൊട്ടേഷനാണോ? എടോ, ഇയാള് പരിശോധിച്ച രോഗി ഇയാളുടെ പേരിൽ എനിക്ക് കൊട്ടേഷൻ തന്നേക്കുവാ. എന്തോ കൊട്ടേഷൻ ആയിക്കാന്നേ? എന്തോ കൊട്ടേഷൻ ആണോ? ഒറ്റ ഇടിക്ക് പത വരുത്തണം. എടേ, അങ്ങനെ ചെയ്യാനല്ല പറഞ്ഞത്. പിന്നെന്തുവാ? ഞാൻ അങ്ങോട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞതാ. ഇങ്ങോട്ട് പറഞ്ഞു തന്നോ? അല്ല ഈ എന്തോ കൊട്ടേഷൻ തന്നെ വന്നെന്ന് പറ. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇയാൾ പരിശോധിച്ച ഒരു രോഗിയാ എനിക്ക് കൊട്ടേഷൻ തന്നത്. ഏത് രോഗിയായി കൊട്ടേഷൻ തന്നത്? പാലായിലുള്ള ലക്ഷ്മി. പാലായിലുള്ള ലക്ഷ്മി എന്ന് കേട്ടിട്ടുണ്ട്. പാലായിലുള്ള ലക്ഷ്മി എന്ന്. പാലായിലുള്ള ലക്ഷ്മി അതെന്തുവാ? ലക്ഷ്മി. അതെന്നാ എനിക്ക് മനസ്സിലായില്ല. അല്ല, മനസ്സിലായില്ല. തുണ്ടിനകത്തുണ്ട്, നോക്ക്. അത് നോക്കാൻ സമയമില്ല, നീ അയച്ചു തന്നാ ഞാൻ ഉച്ച കഴിഞ്ഞ് കണ്ടോളാം. ഇയാൾ മരുന്ന് എഴുതുന്നത് തുണ്ടിനകത്തുണ്ടെന്ന്. എന്റെ തുണ്ടിനകത്തോ? അതൊന്നും നോക്കാൻ സമയമില്ല, നീ എന്തോ കാര്യം വെച്ചാൽ പറഞ്ഞാ മതി. ഓഹോ, അപ്പൊ കഥകളൊന്നും അറിയത്തില്ല. എന്നാ പിന്നെ പറ കേക്കട്ടെ. അറിഞ്ഞുകൂടാ അല്ലേ? എന്നാ പറയടാ അങ്ങോട്ട്. പറഞ്ഞു തരാം. പറ. ഈ കഴിഞ്ഞ ന്യൂ ഇയർ രാവിലെ, ഡേറ്റ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഫെബ്രുവരി 2 ആണെന്ന് തോന്നുന്നു.